തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ബി.ജെ.പി. കൗൺസിലറെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് നടപടിയിൽ മന്ത്രിസഭയിൽ ഭിന്നത. ആകാശത്തേക്ക് വെടിയുതിർത്ത പോലീസ് നടപടിയെ അഭിനന്ദിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയപ്പോൾ സ്ഥലം എം.എൽ.എ. കൂടിയായ കെ മുരളീധരൻ പോലീസ് അനാവശ്യ സംഘർഷങ്ങൾ ഉണ്ടാക്കരുതെന്നായിരുന്നു പ്രതികരിച്ചത്. ജനങ്ങൾക്കിടയിൽ ഇത് ആശങ്കയ്ക്ക് വഴിവെക്കുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇതോടെ വിഷയത്തിൽ മന്ത്രിസഭയിലെ ഭിന്നത പരസ്യമായി. ആവശ്യമില്ലാത്ത വെടിവെച്ചാണ് പ്രശ്നങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് സ്ഥലം എം.എൽ.എ. എന്നുള്ള എനിക്ക് എൻ്റെ ആഗ്രഹം. പോലീസ് തുടക്കത്തിൽ തന്നെ ഈ സംഭവത്തിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് ഈ വെടിയുടെ ശബ്ദം കുറേശ്ശെ മുഴങ്ങാൻ തുടങ്ങിയത്. പക്ഷെ അതിനിപ്പോൾ വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ പോലീസ് ഉണ്ടാക്കാൻ പാടില്ല. ഡാനുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ കഴിഞ്ഞ 1.5 വർഷത്തോളമായിട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയാണ്. അതിന്റെ പേരിലാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ ഒരു ഭിന്നത സംഭവിക്കുന്നത്. വിശദാംശം. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ മണ്ഡലത്തിന്റെ ഭാഗമായുള്ള വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വാഴോട്ടുകോണത്തുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു വട്ടിയൂർക്കാവ് CI സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുന്നതിന്റെ ഭാഗമായി സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആകാശത്തേക്ക് വെടിയുതിർത്തത്. ആ നടപടിയെ പ്രശംസിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രംഗത്തെത്തിയിരുന്നു. സംഘർഷങ്ങൾ ഒഴിവാക്കാനായി സുഗതനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായി പോലീസ് നടത്തിയ നീക്കം അഭിനന്ദനാർഹമാണ്. അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം. അതിന് പിന്നാലെയാണ് ഈ നടപടിയിൽ പരസ്യമായി വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് വട്ടിയൂർക്കാവ് MLA കൂടിയായ മന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം അനാവശ്യമായ വെടിയുച്ചകൾ ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കും, അത് ഇവിടം കൊണ്ട് നിർത്തുന്നതാണ് നല്ലത്. നേരത്തെ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്താണ് ഇത്തരം സംഭവങ്ങളൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ അത്രയും മാത്രമേ പറയുന്നുള്ളൂ എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. ഇതോടെ മന്ത്രിസഭയിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യമായി 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ ചെയ്യുന്ന മന്ത്രിമാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പരസ്യ പ്രതികരണമായി തന്നെ രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടി തലത്തിലും അത് വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്ന് തന്നെയാണ് സൂചന. അതോടൊപ്പം ഈ വിഷയത്തിൽ അനുനയ നീക്കത്തിന്റെ ഭാഗമായി ഒരു ചർച്ചയിലേക്ക് കടക്കാനാണ് സാധ്യത. കാരണം ഇത് അനാവശ്യമായി ഒരു രാഷ്ട്രീയ ആയുധമായി മറ്റുള്ളവർക്ക് നൽകാനുള്ള മറ്റ് എതിർ രാഷ്ട്രീയ ചേരികൾക്കൊരു രാഷ്ട്രീയ ആയുധം വെച്ചു മാറുന്നതിന് തുല്യമാകും. അങ്ങനെയൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാക്കേണ്ടതില്ല. അതുകൊണ്ട് അനുനയ നീക്കത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. സുഗതനെ അറസ്റ്റ് ചെയ്തത് സുഗതനുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ കേസുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിനാണ് പ്രാമുഖ്യം നൽകുന്നത്. അതിനപ്പുറത്തേക്ക് അതിൽ രാഷ്ട്രീയ നേട്ടത്തിനുള്ള അവസരം ആർക്കും ഉണ്ടാക്കരുത് എന്ന ഒരു നിലപാടിലാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.